ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി എടുക്കുന്ന വിഷയം 1 യോഹന്നാൻ 1 അധ്യായം 3-4 വാക്യങ്ങളാണ്. 1 യോഹന്നാൻ 1 അധ്യായം 3-4 വാക്യങ്ങൾ. അതെടുക്കാൻ ഒരു കാരണമുണ്ട്. ഈ കഴിഞ്ഞിടയ്ക്ക് വായിച്ച മനോഹരമായ ഒരു കഥയുണ്ട്. ഒരു പ്രചോദനാത്മക പ്രഭാഷകൻ, മോട്ടിവേഷണൽ സ്പീക്കർ, അദ്ദേഹം തൻ്റെ ക്ലാസ് തുടങ്ങുമ്പോൾ എങ്ങനെ ഈ ജനത്തിനെ ഒന്ന് ആകർഷിക്കണം എന്ന് വിചാരിച്ച് അദ്ദേഹം തൻ്റെ കയ്യിലുള്ള മോതിരം എടുത്തിട്ട്, സ്വർണ്ണ മോതിരമാണ്, അതെടുത്തിട്ട് ഉയർത്തി കാണിച്ചിട്ട് ചോദിച്ചു, ആർക്കാണ് ഇത് വേണ്ടതെന്ന് ചോദിച്ചു. അവിടെ ഇരുന്ന് എല്ലാവരും എന്ത് ചെയ്തു? കൈപൊക്കി. കാരണം സ്വർണ്ണ മോതിരം ആരെങ്കിലും തരാന്ന് പറഞ്ഞ ആർക്കാ വേണ്ടാത്തെ? അവിടെ ഇരുന്ന് എല്ലാവരും കൈ ഉയർത്തി. അപ്പോൾ അദ്ദേഹം ആ മോതിരം നിലത്തിട്ടിട്ട് തൻ്റെ ബൂട്ട് കൊണ്ട് ചവിട്ടി. എന്നിട്ട് വീണ്ടും ഉയർത്തിയിട്ട് ചോദിച്ചു, ഇനി ആർക്കാ ഇത് വേണ്ടതെന്ന് ചോദിച്ചു. വീണ്ടും എന്ത് ചെയ്തു? എല്ലാവരും കൈ ഉയർത്തി. അദ്ദേഹം ഒരു ചുറ്റിക കൊണ്ടുവരാൻ പറഞ്ഞു. ആ ചുറ്റിക കൊണ്ടുവന്ന് തൻ്റെ മോതിരം അടിച്ച് ചളക്കിയിട്ട് വീണ്ടും ഉയർത്തിയിട്ട് ചോദിച്ചു, ഇനി ആർക്കാ ഇത് വേണ്ടതെന്ന് ചോദിച്ചു. അവിടെ ഇരുന്ന് എല്ലാവരും എന്ത് ചെയ്തു? വീണ്ടും കൈപൊക്കി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഞാൻ നിലത്തിട്ട് ചവിട്ടിയിട്ടും ഞാൻ ചുറ്റിക കൊണ്ട് അടിച്ചു പരത്തിയിട്ടും സ്വർണത്തിന്റെ വില അറിയാവുന്നത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ എല്ലാവരും അത് വേണമെന്ന് പറഞ്ഞ് കൈപൊക്കി. പക്ഷെ അങ്ങനെയാണെങ്കിൽ ആ സ്വർണത്തെക്കാൾ വിലയുള്ള നിങ്ങളുടെ ജീവിതം എന്താ ഇങ്ങനെ അലക്ഷ്യമായിട്ട് കളയുന്നത് എന്ന് ചോദിച്ചു. നമ്മളോടൊന്ന് ചോദിച്ചു നോക്ക്. നമുക്ക് സ്വർണത്തിന്റെ വിലയെക്കുറിച്ച് നന്നായി അറിയാം. പക്ഷേ ആ സ്വർണത്തെക്കാൾ വെടിപ്പും വെണ്മയും പരിശുദ്ധിയുമുള്ള ദൈവത്തിന്റെ രാജകീയ പുരോഹിത വർഗമായ നമ്മുടെ ജീവിതം ഇന്ന് സ്വർണത്തിന് കൊടുക്കുന്ന വില പോലുമില്ലാതെ ഇങ്ങനെ അന്യാധീനപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ, ദുരന്തപൂർണമായി മാറുന്നുണ്ടെങ്കിൽ അതിന് കാരണമാരാ? നമ്മൾ തന്നെയാ. നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ മാത്രം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സന്തോഷത്തിന് കുറുക്കു വഴികളൊന്നുമില്ല. നമ്മുടെ നിത്യമായ സമാധാനത്തിന് കുറുക്കു വഴികളൊന്നുമില്ല. ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി നമ്മെ വീണ്ടെടുത്ത്, തൻ്റെ ഉയർപ്പിലൂടെ നമ്മെ വീണ്ടെടുത്ത്, തൻ്റെ രക്തം കൊണ്ടും തൻ്റെ ശരീരം കൊണ്ടും നമ്മെ കഴുകി വെടിപ്പാക്കിയ ആ നസറായനായ ക്രിസ്തു മാത്രമാണ് നമ്മുടെ സന്തോഷത്തിനുള്ള വഴി. പക്ഷെ നമ്മൾ ഇന്ന് മറ്റു പലതിലേക്കും നമ്മുടെ ഫോക്കസ് പോയി. എന്തിനാ? നമ്മുടെ ദേവാലയങ്ങൾ പോലും ഇന്ന് ക്രിസ്തു കേന്ദ്രീകൃതമാണോ? നിങ്ങൾ പറ. നമ്മുടെ ദേവാലയങ്ങൾ, നമ്മുടെ ഭവനങ്ങൾ, എന്തിന് നമ്മുടെ പ്രാർത്ഥനകൾ പോലും ഇന്ന് വക്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. പക്ഷെ പരിമല തിരുമേനിയുടെ സന്നിധിയിൽ ഇരിക്കുമ്പോ നമുക്കുണ്ടാകേണ്ട ബോധ്യം, നമ്മുടെ നായകൻ അത് ക്രിസ്തുവാണ് എന്നുള്ളതാ. കാരണം ആ ക്രിസ്തുവിനെ മുറുകെ പിടിച്ച് അവനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു പിതാവിന്റെ സന്നിധിയിലാ നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ചിന്ത എടുത്ത വേദഭാഗം 1 യോഹന്നാൻ 1 അധ്യായം 3-4 വാക്യങ്ങളാ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങളിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒന്നോടെ വായിക്കാം. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. ഇനിയുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങളിത് നിങ്ങൾക്ക് എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സന്തോഷം പൂർണ്ണമാണോ? നിങ്ങളൊക്കെ സന്തോഷിതരാണോ? ആണോ? പണ്ടൊക്കെ OVBS-ന് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇപ്പോഴല്ല, ഒരു 10-30 വർഷം മുമ്പ് ഞങ്ങളെ പഠിപ്പിച്ച ടീച്ചർ, ഇന്ന് അതിൻ്റെ ഇംഗ്ലീഷ് യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ ഇങ്ങനെ എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് ചോദിക്കും, സന്തോഷിതരാണോ നിങ്ങൾ? കൈകൊട്ട്. ജീവന്റെ അപ്പം തിന്ന് ജീവൻ വെച്ചവരാണോ നിങ്ങൾ? കൈകൊട്ട്. ഇനി അങ്ങനെ കൈ കൊട്ടാൻ പറയും, കൈ ഞൊട്ടാൻ പറയും, കാല് തട്ടാൻ പറയും, കാല് ചവിട്ടാൻ പറയും. പക്ഷെ അന്ന് അതിന്റെ അർത്ഥമൊന്നും എനിക്കറിയില്ലായിരുന്നു.
അന്ന് നമ്മൾ ഈ കൈ കൊട്ടാൻ പറയുമ്പോൾ കൈ കൊട്ടും, കൈ ഞൊട്ടാൻ പറയുമ്പോൾ ഞൊട്ടും, കാല് തട്ടാൻ പറയുമ്പോൾ തട്ടും. പക്ഷെ ഞാൻ ചോദിക്കുക, ആർ യു ഹാപ്പി? നമ്മൾ സന്തോഷിതരാണോ ഇന്ന്? നമ്മൾ ആരോടെങ്കിലും സുഖാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ മറുപടി എങ്ങനെയാ? അങ്ങനെയൊക്കെ അങ്ങ് പോണു, അല്ലെ? നമ്മളിന്ന് ആരോടെങ്കിലും സുഖാണോ, സന്തോഷമായിട്ടിരിക്കണോ? കുഴപ്പമില്ല അച്ഛാ, എന്നാ അവിടെ ഒരു കുഴപ്പമുണ്ട്. നിങ്ങൾ ഒന്ന് ആലോചിക്കണം. അതുകൊണ്ടാ ഇവിടെ ശിഷ്യൻ പറയാ, യോഹന്നാൻ ശ്ലീഹ പറയാ, നമുക്കറിയാം സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്ന് വിളിപ്പേരുള്ള യോഹന്നാൻ ശ്ലീഹ എഴുതുന്നതാ. അദ്ദേഹം AD 90-നും 95-നും ഏഷ്യ മൈനറിലുള്ള സഭയ്ക്ക് എഴുതുന്നതാണ് ഈ ലേഖനമെന്ന് ചരിത്രകാരന്മാര് സാക്ഷിക്കുന്നുണ്ട്. ആ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ ചോദിക്കുക, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങളിത് നിങ്ങളോട് അറിയിക്കുന്നു എന്ന്. അപ്പൊ നമ്മൾ വിചാരിക്കുക, അച്ഛാ ഞങ്ങളുടെ സന്തോഷമൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന്. നിങ്ങള് എല്ലാ വർഷവും ലോകത്തിൽ ഏറ്റവും സന്തോഷമുള്ള രാജ്യങ്ങൾ ഏതാണെന്നൊരു ഹാപ്പി ഇൻഡെക്സ് ഇറക്കും. അതൊരു സംഘടന ഇറക്കുന്നതാ. നമ്മുടെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി അത് തെറ്റാണെന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുമ്പ് ഇന്ത്യയുടെ സ്ഥാനം 105 ആയിരുന്നുവെങ്കിൽ ഈ പ്രാവശ്യം ഇന്ത്യയുടെ സ്ഥാനം 137 രാജ്യങ്ങളിൽ 126-ാമതാ. ആരുടെ സ്ഥാനം? ഇന്ത്യയുടെ സ്ഥാനം. ലോകത്തിൽ ഫിൻലൻഡ് എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യമാണ് ഏറ്റവും ഒന്നാമത്, ആളോഹരി സന്തോഷത്തിൽ ഏറ്റവും ഒന്നാമത് നിൽക്കുന്നത്. നമ്മുടെ കുഴപ്പം എന്താ? നമുക്ക് വലിയ സംസ്കാരമുണ്ട്. നമ്മൾ പറയുന്ന ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ മനോഹരമായ ഒരു സംസ്കാരം ആർക്കുണ്ട്? നമുക്കുണ്ട്. നമുക്ക് മതഗ്രന്ഥങ്ങൾക്ക് കുറവില്ല, മതങ്ങൾക്ക് കുറവില്ല, പഠിപ്പിക്കലുകൾക്ക് കുറവില്ല. ഇന്ന് നിങ്ങളൊന്ന് ആലോചിച്ചേ, ഞാൻ വരുന്ന തൃശ്ശൂരിന്ന് പരിമല വരെ വരുമ്പോ ഒരു കാലത്ത് സിനിമയുടെ ഫ്ലെക്സ് ആയിരുന്നുവെങ്കിൽ, മറ്റ് പരസ്യങ്ങളുടെ ഫ്ലെക്സ് ആയിരുന്നുവെങ്കിൽ, ഇന്ന് തൃശ്ശൂരിൽ നിന്ന് പരിമല വരെ വരുമ്പോ റോഡിന്റെ വശങ്ങളിൽ നോക്കിയ അഭിഷേകാഗ്നിയുടെയും കൃപാസനത്തിന്റെയും അഗ്നിമഴയുടെയും എന്ന് വേണ്ട ധ്യാന കേന്ദ്രങ്ങളുടെയും സുവിശേഷ പ്രഘോഷണത്തിന്റെയും ഫ്ലെക്സുകളാ ഇന്ന് കൂടുതല്. പക്ഷെ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നുണ്ടോ? ഇനി യൂട്യൂബ് തുറന്നു നോക്കിയേ, എത്ര പ്രസംഗങ്ങളാ ഇന്ന്, എത്ര പ്രസംഗങ്ങള്. നമ്മുടെ സ്റ്റാറ്റസ് നോക്കിയാലോ, എത്ര സ്റ്റാറ്റസുകളാ ഇന്ന് വചനം കൊണ്ട് ഇങ്ങനെ ഇളകി മറിയുന്നത്. പക്ഷെ നമ്മുടെ ജീവിതത്തിന് സന്തോഷം ഉണ്ടാകുന്നുണ്ടോ? ഫോണിൽ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ട് സന്തോഷം ഉണ്ടാവില്ല. മറിച്ച് ആ വചനം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ സ്റ്റാറ്റസ് ഉയരുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ സ്റ്റാറ്റസിൽ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ശ്ലീഹ പറയുന്നത്, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമല്ല എങ്കിൽ. ഇന്ന് ഞാൻ പറയട്ടെ, ഈ ആലയത്തിൽ ഒരുപാട് പ്രയാസങ്ങളും കണ്ണുനീരുകളും, ഞാനും ഈ ദേവാലയത്തിൽ അങ്ങനെ വന്നിട്ടുള്ള ഒരുവന്. അതുകൊണ്ടാണ് ഞാനിത് പറയണേ. ഈ കബറിങ്കൽ കണ്ണുനീരൊഴുക്കി നിലവിളിച്ചിട്ടുണ്ട് ഞാനും. പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ നിന്നത് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അതിന് കാരണം ആ യേശുവാണ് എന്റെ സന്തോഷത്തിന്റെ പൂർണ്ണത എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാ. എനിക്ക് ലഭിക്കുന്ന പണമോ എന്റെ സൗകര്യങ്ങളോ ഒന്നുമല്ല. കാരണം അതൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി തീരുന്നതാണ് എന്നുള്ള ബോധ്യം കൊറോണയും പ്രളയമൊക്കെ നമ്മെ പഠിപ്പിച്ചു. പക്ഷെ നമ്മൾ വീണ്ടും അതേ വഴിയിൽ തന്നെയാ. അതുകൊണ്ടല്ലേ നമ്മുടെ ദേവാലയങ്ങൾ ഇന്ന് അശാന്തമാകുന്നത്. അതുകൊണ്ടല്ലേ നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് അശാന്തമാകുന്നത്. ശ്ലീഹ, ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോ ഞാൻ ആദ്യം വിചാരിച്ചു, ആദിമ സഭയെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 32-ാം വാക്യത്തിൽ ആദിമ സഭയെക്കുറിച്ചൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ സഭയെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാ? വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. അവർ സകലവും പൊതുവക എന്നെണ്ണി എന്ന. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയം ഏക മനസ്സ് ഉള്ളവരായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ഒരു സഭയോടാണ് ആര് പറയുന്നത്? ശ്ലീഹ പറയാ ഏഷ്യ മൈനറിലെ സഭയോട്, നിങ്ങളുടെ കൂട്ടായ്മ അത്ര നല്ലതല്ല, പക്ഷെ ഞങ്ങൾ കണ്ടതും കേട്ടതും നിങ്ങളോട് അറിയിക്കുക. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും കൂടെയാകുന്നു. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ ഇത് നിങ്ങളെ അറിയിക്കുന്നു. ഇത് പറയാൻ ഒരു കാരണമുണ്ട് അന്നത്തെ സഭയിൽ. ഇന്ന് നമുക്കറിയാം, നമ്മുടെ സാഹചര്യം നമുക്ക് നന്നായി അറിയാം. ആദിമ സഭയിൽ അന്നത്തെ സാഹചര്യവും, ആദ്യം ക്രിസ്തുവിന്റെ വചനത്തിനനുസരിച്ച് ശിഷ്യന്മാരുടെ പഠിപ്പിക്കലുകൾക്കനുസരിച്ച് ജീവിച്ച ജനം പിന്നീട് അതെല്ലാം മറന്ന്
ധൂർത്തിനും ആഡംബരത്തിനും തിന്നു കുടിക്കുവാനും പുലരുവോളം തിമിർത്താടുവാനും ഒക്കെ തുടങ്ങിയ സന്ദർഭത്തിലാണ് ശ്ലീഹ ഇങ്ങനെ ആ ജനത്തെ ഉത്ബോധിപ്പിച്ചത്. ഇനി അത് മാത്രമല്ല, അന്ന് തെറ്റായ പഠിപ്പിക്കലുകൾ ഉണ്ടാകാൻ തുടങ്ങി. 3 പ്രധാന പഠിപ്പിക്കലുകൾ അന്നുണ്ടായി. നിങ്ങളിത് മനസ്സിലാക്കണം, ചുമ്മാ ചരിത്രം പറയാൻ വേണ്ടിയിട്ടല്ല. ഒന്നാമത്തെ പഠിപ്പിക്കൽ ഗ്നോസ്റ്റിക്സ് എന്ന, ജ്ഞാനവാദികൾ എന്ന അവരെ വിളിക്കുന്നത്. അവര് പഠിപ്പിക്കാൻ തുടങ്ങി ഭൗതിക പദാർത്ഥം അതിൽ തന്നെ പാപമാണെന്നും ജ്ഞാനത്തിൽ കൂടിയാണ് ഭൗതിക ശരീരം മുക്തമാകുന്നതെന്നും മനുഷ്യൻ മുക്തമാകുന്നു. ഈ ജ്ഞാനം നമുക്ക് അഗോചരമായതാണെന്നും പാപം അത് നിഗൂഢമാണ്, അത് നമ്മുടെ ശരീരത്തിന് ഒരു കുറവുമുണ്ടാക്കില്ല. അതുകൊണ്ട് നിന്റെ ശരീരം കൊണ്ട് എന്ത് ചെയ്താലും, നിന്റെ ശരീരം കൊണ്ട് എന്ത് തെറ്റ് ചെയ്താലും അത് ആരെ ബാധിക്കില്ല? നിന്റെ ആത്മാവിനെ ബാധിക്കില്ല എന്ന് പഠിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ സുഖമല്ലേ? നമ്മുടെ ശരീരം കൊണ്ട് എന്ത് ചെയ്താലും നമ്മുടെ ആത്മാവിനെ ബാധിക്കില്ല. കാരണം അതെന്താ? അത് രണ്ടും 2 എൻറ്റിറ്റിയാ എന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. അവര് പറഞ്ഞു എല്ലാം ജ്ഞാനത്തിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത്? മോക്ഷമുണ്ടാകുന്നത്. അങ്ങനെ ജനം എന്ത് ചെയ്യാൻ തുടങ്ങി? ഇത് കേട്ടിട്ട് ശരീരം കൊണ്ട് പാപം ചെയ്യാൻ തുടങ്ങി. രണ്ടാമതൊരു വിഭാഗമുണ്ട്, ഡോസറ്റിസം എന്ന അവരെ വിളിക്കുന്നു, തോന്നൽവാദം. അവര് പറയാൻ തുടങ്ങി ക്രിസ്തുവിന് ഒരു ശരീരമുണ്ട് എന്നുള്ളത് ഒരു തോന്നൽ മാത്ര, അങ്ങനെ ഒരു ശരീരമില്ല എന്നവര് പഠിപ്പിക്കാൻ തുടങ്ങി. പക്ഷെ നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? കാരണം നമ്മുടെ മാർത്തോമാ ശ്ലീഹ ആ വിലാപ്പുറത്ത് കൈയിടാൻ കർത്താവ് പറഞ്ഞ ശിഷ്യന. നമുക്കറിയാം ശ്ലീഹന്മാരൊക്കെ അവന്റെ ചാരേ, എന്തിന് ഈ യോഹന്നാൻ പോലും അവന്റെ മാറോട് ചാരിക്കിടന്നവനാ. പക്ഷെ ആ ജനത്തെ പഠിപ്പിക്കാൻ തുടങ്ങി ക്രിസ്തുവിനൊരു ശരീരമുണ്ട് എന്നുള്ളത് ഒരു തോന്നലാണെന്ന്. അവരും അങ്ങനെ തോന്നുവാൻ തുടങ്ങി. വീണ്ടും സെരിന്ത്യനിസം എന്ന് പറഞ്ഞൊരു വിഭാഗം അവര് പറഞ്ഞു യേശു ക്രിസ്തു, നമുക്കറിയാം 2 പേര് വന്നാലേ ശരിയാവുള്ളൂ, യേശു ക്രിസ്തു കന്യകാജാതനല്ല എന്നും യേശുവിന്റെ സ്നാനത്തിന്റെ സമയത്ത് ക്രിസ്തു പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നു എന്നും അതേ ക്രിസ്തു അവൻ ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിലേക്ക് പോയി യേശു കുരിശിൽ മരിച്ചു എന്നൊക്കെ ആര് പഠിപ്പിക്കാൻ തുടങ്ങി? അന്നുള്ളവര് പഠിപ്പിക്കാൻ തുടങ്ങി. വലിയ പ്രശ്ന. ഈ സാഹചര്യത്തിൽ ജനം എന്ത് ചെയ്യാൻ തുടങ്ങി? തെറ്റിപ്പോകാൻ തുടങ്ങി. അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ തുടങ്ങി. ശിഷ്യന്മാരുടെ വാക്കുകൾക്ക് വില കൊടുക്കാതെ. അന്ന് നമുക്കറിയാം, അന്ന് ഇന്ന് കാണുന്നത് പോലെ ദേവാലയങ്ങളില്ല, കോടികളുടെ ദേവാലയങ്ങളോ മനോഹരമായതൊന്നുമില്ല. അന്ന് വീട്ടിലെ സഭയാണ് അധികവും. അന്ന് ശിഷ്യന്മാര് സുവിശേഷം അറിയിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അവര് മൂപ്പന്മാരെ അവിടെ ആക്കി വെക്കും. അവരാണ് ഈ ജനത്തെ ഉത്ബോധിപ്പിക്കുന്നത്. എഴുതപ്പെട്ട വേദപുസ്തകം പോലും അന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ജനം തെറ്റിപ്പോയത്. പക്ഷെ ഇന്ന് നമ്മുടെ സാഹചര്യമോ? എത്ര വേർഷൻ ബൈബിള് നമുക്ക് വേണം? ഞാൻ ഇന്നാളൊരു വീട്ടിൽ പോയപ്പോ അവിടെ ഏകദേശം 5 വേർഷൻ ബൈബിൾ ആ വീട്ടിലുണ്ട്. കിങ് ജെയിംസ് വേർഷൻ ഉണ്ട്, NRSV ഉണ്ട്, ഗുഡ് ന്യൂസ് ഉണ്ട്, മലയാളത്തിന്റെ തന്നെ 2 വേർഷൻ ഉണ്ട്. പക്ഷേ വേദപുസ്തകത്തിന്റെ വേർഷൻ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? മറിച്ച് ആ വചനം നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ ആരായി മാറുന്നത്? സന്തോഷമുള്ളവരും കൂട്ടായ്മയുള്ളവരുമായി മാറുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വാക്യം ഓർപ്പിച്ചത്. നമ്മുടെ കൂട്ടായ്മ ആരുടെ കൂടെയാകണം? പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും കൂടെയാകണം എന്ന്. അതിന് 4 കാര്യങ്ങൾ ഇതേ വേദഭാഗത്ത് തന്നെ, ഇതേ പുസ്തകത്തിൽ തന്നെ നമ്മോട് സംവദിക്കുന്നുണ്ട്. അത് നിങ്ങളോടൊന്ന് സംവദിച്ച് എൻ്റെ ഈ ധ്യാനം ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. 4 ഭാഗങ്ങൾ. ഒന്നാമത് 1 യോഹന്നാൻ 2-ാം അധ്യായം 24-ഉം 25-ഉം വാക്യങ്ങൾ. 1 യോഹന്നാൻ 2-ാം അധ്യായം 24-ഉം 25-ഉം വാക്യങ്ങൾ. 24-ന്റെ 2-ാം ഭാഗം വായിക്കാം. ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും വസിക്കും. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. ഒന്നുകൂടെ വായിക്കാം. ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും വസിക്കും. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. 1 യോഹന്നാൻ 2-ാം അധ്യായം 5-ാം വാക്യത്തിലും അത് തന്നെ പറയുന്നു. എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു എന്ന. അതുകൊണ്ട് അവന്റെ കൂട്ടായ്മയിലേക്ക് വരാൻ,
അവന്റെ സന്തോഷത്തിലേക്ക് വരാൻ, നമ്മുടെ സന്തോഷം പൂർണ്ണമാകാൻ നമ്മൾ ഒന്നാമത് എടുക്കേണ്ട കാര്യം മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ വചനത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നവരാകണം എന്നുള്ളതാ. ഒന്നാമത് നമുക്കുണ്ടായിരിക്കേണ്ട ഗുണം ദൈവത്തിന്റെ വചനത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം എന്ന. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, അച്ഛാ, ഞങ്ങൾ എത്ര പ്രാവശ്യം വേദപുസ്തകം വായിക്കുന്നു, ഞങ്ങൾ എത്ര തവണ ഈ പ്രസംഗങ്ങൾ കേൾക്കുന്നു. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 33 മുതൽ 35 വരെയുള്ള വാക്യത്തിൽ കർത്താവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അവന്റെ മനുഷ്യാവതാരത്തിന്റെ പ്രഖ്യാപനം പോലും അത് തന്നെയാ. മനുഷ്യാവതാരത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് കർത്താവോട് പറയാ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നൊരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും എന്ത് ചെയ്യണം? തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് അങ്ങനെയൊന്ന് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ നമുക്കൊന്ന് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? അതുകൊണ്ടല്ലേ ആ പാപിനിയായ സ്ത്രീ അവന്റെ അടുക്കൽ വന്നപ്പോ അവളെ സ്വീകരിക്കുവാൻ അവന് സാധിച്ചത് അവൻ നിബന്ധനകളില്ലാതെ സ്നേഹിച്ചതുകൊണ്ടാ. അതുകൊണ്ടല്ലേ ജനം പാളയത്തിന് പുറത്താക്കിയ കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കാൻ മനസ്സ് തോന്നാൻ കാരണം ജനത്തെ സ്നേഹിച്ചതുകൊണ്ടാ, നിബന്ധനകളില്ലാതെ. ഞാൻ ചോദിക്കട്ടെ, നമുക്കിന്ന് എത്ര നിബന്ധനകളാ? നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും ഞാൻ വിചാരിക്കുക ഇന്ന് നമ്മളെ സ്നേഹിക്കുന്നത് ഈ നിബന്ധനകളോടെയാ. അതാരാ കാണിച്ചു കൊടുത്തേ? നമ്മൾ കാണിച്ചു കൊടുത്തതാ. പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ ദിവസം പത്രത്തിലുണ്ടായിരുന്നു, കേരളത്തില് കുടുംബ കോടതികളുടെ എണ്ണം, അതിന്റെ നമ്പർ കൂട്ടാൻ പോവുക. കുടുംബ കോടതികളുടെ എണ്ണം കൂടുതലാക്കാൻ പോവുക. എന്തിനു വേണ്ടിയിട്ടാ? കാലം ചെയ്ത പൗലോസ് ദിദിയൻ ബാവ ഒരിക്കൽ ഒരു പ്രസംഗത്തിൽ വേദനയോട് പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർക്കുക. ദേവലോകത്ത് ഒപ്പിടുന്ന വിവാഹമോചനങ്ങളുടെ എണ്ണം ഇന്ന് പെരുകുകയാണ് എന്ന്. ഇന്ന് നമുക്ക് തന്നെ എത്ര പേരെ എണ്ണി പറയാൻ പറ്റും? വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച, 2 ആഴ്ച, 2 വർഷം, അതിനുശേഷം വിവാഹമോചനം നേടുന്നവരുടെ എണ്ണം ഇന്ന് പെരുകി വരിക. നമുക്കറിയാം, അവരെ ഒന്നാക്കുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിലാ. അവർക്ക് മോതിരം വാഴ്ത്തി കൊടുക്കുമ്പോ, കിരീടം ഇറങ്ങുമ്പോ അവരോട് പ്രാർത്ഥനയിൽ പഠിപ്പിക്കുന്ന സ്നേഹാഗ്നി കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ജീവിതത്തിൽ മറ്റു പലതും ഉണ്ട്. നമുക്ക് ഇവന്റ് മാനേജ്മെന്റ് ഉണ്ട്, വീഡിയോ ഉണ്ട്. കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തുടങ്ങി നമ്മുടെ പാദം മുതൽ ശിരസ് വരെ നമ്മളെങ്ങനെ ഒപ്പിയെടുക്കാൻ കിടന്നും പറന്നും ഇന്ന് ക്യാമറകളുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തെ ചേർത്ത് പിടിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹമില്ലാതെ പോകുന്നത് കൊണ്ടല്ലേ ഇന്ന് കുടുംബങ്ങൾ തകർന്നു പോകുന്നത്. അതുകൊണ്ടല്ലേ ഇന്ന് മാതാപിതാക്കൾ ഇന്ന് വൃദ്ധസദനങ്ങളിൽ അയക്കപ്പെടുന്നത്. അതുകൊണ്ടല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് തെരുവിൽ എറിയപ്പെടുന്നത്. നിങ്ങൾക്കറിയോ, ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിൽ അനാഥമാക്കപ്പെടുന്ന ബാല്യങ്ങളുടെ എണ്ണം ഡബിൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിന് കാരണം എന്താ? നാളെ കാണുന്ന ഒരുവന്റെ കൂടെ പ്രണയമെന്ന പേരിൽ സ്വന്തം ഭർത്താവിനെയോ ഭാര്യയെയോ കുഞ്ഞുങ്ങളെയോ വഴിയിൽ പോലും ഇട്ടിട്ട് മറ്റുള്ളവരുടെ പിറകെ പോകുന്ന, ജയിലിലാകുന്ന, മയക്കുമരുന്ന് മാഫിയയിലാകുന്ന, കൊലപാതകത്തിലകപ്പെടുന്ന അനേകരുടെ എണ്ണം ഇന്ന് കൂടുകയാണ്. എവിടെയാ നമ്മുടെ ഈ സ്നേഹം? നമ്മുടെ സ്നേഹം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഇന്ന് നിബന്ധനകളോടെയാ. നമ്മുടെ അമ്മമാർക്ക് ഒരു പക്ഷേ മനോഹരമായ കഥകൾ പറയാനുണ്ടാകും. പണ്ട് കാലത്ത് വീട്ടിലൊരു ചക്ക ഉണ്ടായാൽ, ഞാനൊക്കെ താമസിക്കുന്ന നാട് ഒരു ഗ്രാമപ്രദേശ തൃശ്ശൂരുള്ള, പണ്ട് വീട്ടിലൊരു ചക്ക ഉണ്ടായാൽ ആ ചക്ക 4 കഷ്ണാകും, തൊട്ടടുത്ത വീട്ടിലേക്കൊക്കെ പോകും. ഇന്നൊരു ചക്ക വീട്ടിൽ ചോട്ടിൽ വീണ് ചീഞ്ഞു പോയാലും ആർക്കും എന്ത് ചെയ്യില്ല, കൊടുക്കാൻ പോലും നമ്മൾ ചിന്തിക്കില്ല. കാരണം എന്താ? നമ്മുടെ സ്നേഹം നമ്മിലേക്ക് തന്നെ ചുരുങ്ങപ്പെട്ടു. ഒരു കാലത്ത് ഞങ്ങളൊക്കെ പണ്ട് കരോള് പോകുമ്പോ ഈ വീട്ടിൽ നിന്ന് അപ്പുറത്തെ വീട്ടിലേക്ക് പോകാൻ ആ പറമ്പിലേക്ക് കടന്നാൽ മതിയായിരുന്നു. ഇന്ന് ഈ വീട്ടിൽ നിന്ന് അപ്പുറത്തെ വീട്ടിലേക്ക് പോകണമെങ്കിൽ വണ്ടിയിൽ കയറി ടാറിട്ട ലോട്ടിലൂടെ വേണം പോകാൻ. കാരണം എന്താ? വീടിന് ചുറ്റും നമ്മൾ വലിയ മതിലുകൾ കെട്ടിപ്പൊക്കി. പക്ഷേ ഞാൻ കണ്ട സങ്കടകരമായൊരു കാഴ്ചയുണ്ട്. പ്രളയമുണ്ടായ ആ വർഷം ചെറായിയും അയ്യമ്പിള്ളി ഭാഗത്ത് പോയപ്പോ അവിടെയുള്ള വീടിന്റെ മതിലുകളൊക്കെ എന്നേക്കാൾ ഉയരത്തിൽ 10-12 അടി ഉയരത്തിലുള്ള മതിലുകൾ
ഇടിഞ്ഞു പൊളിഞ്ഞു വീഴ്ന്നു കിടക്കുന്ന കാഴ്ച ഞാൻ കണ്ടതാ. മൃഗങ്ങൾ, കാരണം ഞങ്ങളുടെ പള്ളിയിൽ നിന്നും ഞങ്ങളുടെ ഭദ്രാസനത്തിലെ യുവജന പ്രസ്ഥാനത്തിന്റെ ഒക്കെ ആഭിമുഖ്യത്തിൽ ചെറായിയിലേക്കൊക്കെ നമ്മൾ അവർക്കുള്ള ഭക്ഷ്യ കിറ്റുകളുമായിട്ട് പോയി. ഞങ്ങൾ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു. കാരണം വലിയ 10-12 അടി ഉയരത്തിലുള്ള മതിലുകളൊക്കെ വെള്ളം കയറി ഇടിഞ്ഞു കിടക്കുക. അവരുടെ വീടുകൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് സങ്കടം തോന്നി. വലിയ മണിമാളികളൊക്കെ ചെളി നിറഞ്ഞു കിടക്കുന്ന കാഴ്ച, അതൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റാതെ മുറ്റത്തുനിന്ന് കരയുന്ന ആളുകളുടെ കാഴ്ച. പക്ഷെ നമ്മൾ അതൊക്കെ മറന്നു. കാരണം എന്താ? അവന്റെ വചനം നമ്മുടെ ഉള്ളിലില്ലാത്തത് കൊണ്ടാ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എങ്ങനെയാ അമ്മേനെ തള്ളേന്ന് വിളിക്കാൻ പറ്റുക? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ ഈ അപ്പൻ എനിക്ക് വേണ്ടാന്ന് പറയാൻ പറ്റുക? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ എന്റെ സഹോദരനല്ല എന്ന് പറയാൻ പറ്റുക? അങ്ങനെയാണെങ്കിൽ 30 സെന്റിന് 29 സെന്റ് കിട്ടിയോളൂ എന്ന് പറഞ്ഞ് 1 സെന്റിന് വേണ്ടിയിട്ട് അവന് കൊലയ്ക്ക് കൊടുക്കാൻ പറ്റുക? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ നമുക്കിങ്ങനെ മറ്റുള്ളവനെ ഒളിഞ്ഞിരുന്ന് ചെയ്യാൻ പറ്റുക? ഈ വചനമുള്ളിലില്ലാത്തത് കൊണ്ടാ. നമ്മുടെ സമൂഹം ഇന്ന് അശാന്തമാകുന്നതും ഈ സ്നേഹമില്ലാത്തത് കൊണ്ടാ. പ്രിയമുള്ളവരെ, പരിമല തിരുമേനി നമ്മെ പഠിപ്പിച്ചതും ഈ സ്നേഹത്തിൽ വസിക്കാനായിട്ടാ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വസിക്കാൻ. ഇനി രണ്ടാമത്, കർത്താവിനോട് ശിഷ്യന്മാര് ചോദിക്കുന്നുണ്ട്, അപ്പാ എത്ര വട്ടം പ്രാർത്ഥിക്കണം? നമ്മുടെ കർത്താവ് പറഞ്ഞു 70 വട്ടം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞിടയ്ക്ക് സൺഡേ സ്കൂളിലെ, നിങ്ങൾ അങ്ങനെയാന്നല്ല കേട്ടോ ഞാൻ പറയണേ, സൺഡേ സ്കൂളിലെ ഒരു കുഞ്ഞിനോട്, എൻ്റെ അമ്മ തന്നെയാ, കുഞ്ഞിനോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെല്ലാവരും ഇരിക്കുമ്പോൾ മക്കളെ 3 നേരം പ്രാർത്ഥിക്കുന്നവരൊന്ന് കൈപൊക്കാൻ പറഞ്ഞു. അപ്പൊ ആരും കൈപൊക്കിയില്ല. 2 നേരം പ്രാർത്ഥിക്കുന്നവരൊന്ന് കൈപൊക്കാൻ പറഞ്ഞു. അപ്പോ കുറെ കുഞ്ഞുങ്ങൾ കൈപൊക്കി. ഇനി 1 നേരം പ്രാർത്ഥിക്കുന്നവർ കൈപൊക്കാൻ പറഞ്ഞു. ഒരു കുഞ്ഞൊഴികെ ബാക്കി എല്ലാവരും കൈപൊക്കി, ഒരു കുഞ്ഞൊഴികെ. അപ്പൊ ടീച്ചർ ആ കുഞ്ഞിനെ അപ്രീഷിയേറ്റ് ചെയ്തു, കാരണം നീ സത്യസന്ധമായിട്ട് മറുപടി പറഞ്ഞല്ലോ. ഇനി ആ കുഞ്ഞിനോട് ചോദിച്ചു, മക്കളെ എന്താ പ്രാർത്ഥിക്കാത്തത്? അപ്പൊ ആ കുഞ്ഞ് പറഞ്ഞൊരു മറുപടി ഉണ്ട്, ടീച്ചറെ ഈ പ്രാർത്ഥന ഒരു ബോറ് പരിപാടിയാണ് ടീച്ചറെ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് പറഞ്ഞതാ, ടീച്ചറെ ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞ ഒരു ബോറ് പരിപാടിയാ. അപ്പൊ ടീച്ചർ ചോദിച്ചപ്പോ വീട്ടിൽ വന്നാ നിങ്ങൾ എന്താ ചെയ്യാ? അപ്പൊ കുഞ്ഞു പറയാ, ടീച്ചറെ സ്കൂള് വിട്ട് വന്ന് എന്റെ അമ്മ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ എഴുതാനുള്ളതൊക്കെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ ടീച്ചറെ 8 മണിക്ക് തുടങ്ങിയ TV-യിൽ എന്ത് രസമുള്ള പരിപാടികളാ ടീച്ചറെ, എന്ത് രസമുള്ള പരിപാടികളാ. ഈ പ്രാർത്ഥിക്കാനൊക്കെ എന്തിനാ ടീച്ചറെ സമയം കളയണേ? ഞാൻ ഈ ദേവാലയത്തിൽ നിന്നുകൊണ്ട് പറയല്ല, ഇന്ന് നമ്മള് TV പ്രോഗ്രാമിന് വേണ്ടി, നമ്മുടെ സൗകര്യത്തിന് വേണ്ടി എത്ര തവണ അവനോട് ചേർന്നിരിക്കാനുള്ള സമയം മാറ്റിവെച്ചു. നമ്മള് TV-യിൽ ക്രിക്കറ്റ് വരുമ്പോഴോ മറ്റ് പരിപാടികൾ വരുമ്പോ അതൊന്ന് കഴിഞ്ഞോട്ടെ അമ്മ എന്ന് പറഞ്ഞ് നമ്മൾ എത്ര തവണയാണ് പ്രാർത്ഥിക്കാനുള്ള സമയം മാറ്റിവെച്ചത്. പക്ഷേ പരിമല തിരുമേനിയുടെ സന്നിധിയിൽ ഇരിക്കുമ്പോ ആ പുണ്യപിതാവ് പ്രാർത്ഥനയായി മാറിയവനാ, അവന്റെ ജീവിതം കൊണ്ട് പ്രാർത്ഥനയായി മാറിയവനാ. നമുക്കങ്ങനെയൊന്ന് പറ്റുമോ? അതുകൊണ്ടാ പിതാക്കന്മാര് പഠിപ്പിക്കുന്നുണ്ട്, ലിറ്റാർജി ആഫ്റ്റർ ലിറ്റാർജി എന്ന് പറയും. ആരാധനയ്ക്ക് ശേഷമുള്ള ആരാധന. നമ്മൾ ആരാധനയിൽ സംബന്ധിച്ചത് കൊണ്ടായില്ല, വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചത് കൊണ്ടായില്ല, പ്രസംഗത്തിൽ സംബന്ധിച്ചുകൊണ്ടായില്ല. നമ്മൾ ആരാധനയായി മാറുമ്പോൾ മാത്രമേ നമ്മൾ ആരായി മാറുള്ളൂ? ക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ അവനോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ വചന 70 വട്ടം പ്രാർത്ഥിക്കണമെന്ന് നിന്റെ ജീവിതം പ്രാർത്ഥനയായി മാറുന്നുണ്ടോ? അങ്ങനെയല്ല എങ്കിൽ നമ്മുടെ കൂട്ടായ്മ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും കൂടെയല്ല. ഇനി മൂന്നാമത് നമ്മൾ വായിക്കുന്നുണ്ട്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ട. ഒരുപാട് വചനങ്ങളുണ്ട് കേട്ടോ, ഞാൻ ചിലത് മാത്രം എടുത്ത് പറയുന്നു എന്ന് മാത്രം. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. നമുക്കിന്ന് വേറെ ദൈവങ്ങളുണ്ടോ? ഇപ്പൊ നിങ്ങൾ പറയും, അച്ഛാ ഞങ്ങൾക്ക് വേറൊരു ദൈവവും ഇല്ല യേശു ക്രിസ്തു അല്ലാതെ. അങ്ങനെയാണെങ്കിൽ എത്ര ഞായറാഴ്ച നിങ്ങൾ ആ ക്രിസ്തുവിന്റെ ശരീരവും രക്തവും
പ്രാപിക്കാൻ മുടക്കുവരുത്തി. യേശുക്രിസ്തുവാണ് എൻ്റെ നായകൻ, പിതാവായ ദൈവമാണ് എൻ്റെ ദൈവമെങ്കിൽ ആ ദൈവത്തെ ആരാധിക്കേണ്ട ഞായറാഴ്ച 6 ദിവസത്തിൽ നിന്ന് സ്വസ്ഥമായി അവന്റെ ഉയർപ്പ് പെരുന്നാളിനെ നാം ആഘോഷിക്കുന്ന, അവന്റെ ശരീരവും രക്തവും സ്വീകരിക്കേണ്ട ആ ദിവസം എത്ര ഞായറാഴ്ചകൾ നമ്മൾ വിശുദ്ധ ആരാധനകൾ മുടങ്ങി. കല്യാണമായിട്ടും ക്ഷീണമായിട്ടും മാമോദീസയായിട്ടും പെരുന്നാളായിട്ടും എത്ര ഞായറാഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ മുടങ്ങി. അപ്പൊ നമ്മൾ എങ്ങനെയാ അവനെ മാത്രം ആരാധിക്കുന്നവരായി മാറുന്നത്? ഇനി പ്രാർത്ഥിക്കേണ്ട സമയം മുഴുവൻ മൊബൈൽ ഫോണിൽ നോക്കിയിരുന്ന് അത് കവർന്നെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദൈവം എങ്ങനെയാ ക്രിസ്തുവാകുന്നത്? അത് വാട്സപ്പോ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ ട്വിറ്ററോ ഒക്കെയായി മാറുന്ന കാലമാ ഇന്ന്. നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്ന സുഹൃതങ്ങളെ പകർന്നു കൊടുക്കണമെങ്കിൽ ആ ദൈവത്തെ നമ്മുടെ ദൈവമായി ആരാധിക്കാൻ സാധിക്കണം. മറിച്ച് നമ്മുടെ കർത്താവ്, നമ്മുടെ യേശു തമ്പുരാൻ ജീവിച്ച കാലം മുഴുവൻ നമ്മെ കാണിച്ചത്, അവൻ ഒറ്റ ഞായറാഴ്ച ഒറ്റ ശാബത് പോലും ദേവാലയത്തിൽ പോകാതിരുന്നിട്ടില്ല. അവൻ എല്ലാ ദിവസവും വേർപെട്ടു പോയി പ്രാർത്ഥിച്ചു എന്ന് നമുക്കറിയാം. ദൈവത്തോട് സംവദിച്ചു എന്ന്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകാത്തതിന് കാരണം ആ ദൈവവുമായി സംവദിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇന്ന് അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും, മനോരമയുടെ ഒക്കെ ക്ലാസിഫൈഡ്സിനകത്ത് ഏറ്റവും കൂടുതൽ കാണുന്നതാണ് ശത്രു സംഹാരം, ഉദ്ദിഷ്ട കാര്യസിദ്ധി, ഇങ്ങനെ ഒരുപാട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മുടെ ക്രിസ്ത്യാനികൾ ആരും ഇതിനൊന്നും പോകുന്നില്ല എന്ന്. എന്നാൽ നേരിട്ട് എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പലരുടെയും ഉണ്ട്. കർമ്മ എന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ഇന്ന് ചെയ്യുന്നതിന് നാളെ ഒരു തിരിച്ചടി ഉണ്ടാകും. ഇങ്ങനെ തിരിച്ചടി നേരിട്ട പലരെയും എനിക്കറിയാം. ദൈവത്തെ മറക്കുന്നത് കൊണ്ടാ, അന്യദൈവങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാ, അല്പസമയത്തെ ലാഭത്തിന് വേണ്ടി, അന്നേരത്തെ നേട്ടത്തിന് വേണ്ടി നമ്മൾ മറ്റു പലതിൻ്റെയും പിറകെ പോകുന്നുണ്ട് എങ്കിൽ ഞാൻ ഒന്ന് പറയട്ടെ, നമ്മുടെ സന്തോഷം പൂർണ്ണമാകില്ല. ഇനി നമുക്കറിയാം, കർത്താവ് ചാട്ടവാറെടുത്തത് എവിടെയാ? ദേവാലയത്തിലാ. പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇതാ, എന്റെ പിതാവിന്റെ ആലയത്തെ വാണിഭശാലയാക്കരുത് എന്ന് പറഞ്ഞു. ഇന്ന് നമ്മുടെ ദേവാലയങ്ങൾ വാണിഭശാലകളായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ? എത്ര കച്ചവടങ്ങളാ അതിനകത്ത് വെച്ച് നടക്കുന്നത്, എത്ര കച്ചവടങ്ങൾ. പ്രിയമുള്ളവരെ, നമ്മുടെ കൂട്ടായ്മ നന്നാകാത്തത്, നമ്മുടെ സന്തോഷം പൂർണ്ണമാകാത്തത് നമ്മുടെ കൂട്ടായ്മ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും കൂടി ആകാത്തത് കൊണ്ടാണ്. ഇനി വീണ്ടും വേദപുസ്തകത്തിലൂടെ കാണാം, നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടുകൂടി ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ഞാൻ പറഞ്ഞതല്ല, വേദപുസ്തകത്തിലെ വചനമാ. പക്ഷെ ഞാൻ പറയട്ടെ, ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു വീട്ടിൽ ചെന്നപ്പോ അവിടുത്തെ അമ്മച്ചിയെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടാ ചെന്നത്. കാണാൻ ചെന്നപ്പോ റൂം അടച്ചിട്ടിരിക്കുക. മക്കള് പറഞ്ഞു, അച്ഛൻ ഇവിടെ ഇരുന്നോ? ഞാൻ പറഞ്ഞില്ല, എനിക്ക് അമ്മച്ചിയെ കാണണം എന്ന് പറഞ്ഞു. വാതില് തുറന്ന് ചെന്നപ്പോ അമ്മച്ചി കട്ടിൽ ഇങ്ങനെ കൈകൂപ്പി ഇരിക്കുക. ചെന്ന വഴി അമ്മച്ചി എന്റെ കൈ പിടിച്ചിട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എന്നിട്ട് അമ്മച്ചി പറയാ, എന്റെ അച്ഛാ, എത്ര കാലായി ഞാൻ ആഗ്രഹിക്കുന്നു എന്നറിയോ, ഒരു മനുഷ്യനെ ഒന്ന് കാണാനായിട്ട്. ഈ അമ്മച്ചിക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷേ മക്കൾക്ക് കുറവായതുകൊണ്ട് അമ്മച്ചി മുറിയുടെ പുറത്തിറക്കില്ല. മക്കൾക്ക് കുറവായതുകൊണ്ട് ഈ അമ്മ ആ മകനെ ഉള്ളത്തിലുണ്ടായിരുന്നപ്പോ എനിക്ക് കുറവാണെന്ന് ഓർത്തിരുന്നെങ്കിൽ, എനിക്ക് ഭാരമാണെന്ന് ഓർത്തിരുന്നെങ്കിൽ, എനിക്ക് വേദനയാണെന്ന് ഓർത്തിരുന്നെങ്കിൽ ആ മകനിന്നുണ്ടാകില്ലായിരുന്നു. പക്ഷെ എത്ര പേർക്ക് ഈ ബോധ്യമുണ്ട്? അതുകൊണ്ടല്ലേ നമ്മുടെ അമ്മമാരെ, നമ്മുടെ വാർദ്ധക്യത്തിലുള്ളവരെ ഇന്ന് അനാഥാലയങ്ങളിൽ കൊണ്ടു തള്ളുവാൻ, വൃദ്ധസദനങ്ങൾ കൊണ്ടു തള്ളുവാൻ ഒരു മടിയുമില്ലാതാകുന്നത്. മലയാറ്റൂർ സന്യാസി സമൂഹത്തിന്റെ വടക്കഞ്ചേരിയിലുള്ള ഒരു അനാഥ മന്ദിരത്തിൽ ഒരു 40 ബന്ധപ്പെട്ട് പോകാനിടയായി. 105ഓളം വൃദ്ധരായ മാതാപിതാക്കൾ അവിടെ ഉണ്ട്. 105 പേര്. അവിടെ ചെന്നപ്പോ ഒരമ്മച്ചി കണ്ടപ്പോ സങ്കടം തോന്നി. ഇവിടെ ഇരിക്കുന്ന അമ്മച്ചിമാരൊക്കെ എത്ര ഭംഗിയായിട്ടായിരിക്കുന്നത്. അവരുടെ തലമുടിയൊക്കെ വെട്ടി ബോയ്ക്കട്ട് ചെയ്ത്, കാരണം മറ്റു നിവർത്തിയില്ല, അവരെ കെയർ ചെയ്യണം. 105 പേരെ കെയർ ചെയ്യണം. 5 സിസ്റ്റേഴ്സാ ഉള്ളേ. അവിടെ ചെന്നപ്പോ ഒരമ്മ ഞങ്ങളെ കണ്ട വഴിക്ക് ഓടി വന്ന് കെട്ടി അങ്ങ് പിടിച്ചു.
ഞാൻ ആ അമ്മയെ ഒരു വിധത്തിൽ വിടുവിച്ചിട്ട് അമ്മയെ കട്ടിലിരുത്തിയിട്ട് ചോദിച്ചു, അമ്മയുടെ പേരെന്താ? ഒരു ഹൈന്ദവ സ്ത്രീയാണ്. ആ അമ്മ എന്നോട് പേര് പറഞ്ഞു. അമ്മയുടെ വീട് എവിടാ? അമ്മയ്ക്ക് അപ്പൊ സിസ്റ്റർ വന്നിട്ട് എന്നോട് പറഞ്ഞു, അമ്മയ്ക്ക് വലിയ ഓർമ്മയില്ല അച്ഛാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അമ്മച്ചി എങ്ങനെയാ ഇവിടെ വന്നത്? അത് മാത്രം അമ്മയ്ക്ക് ഓർമ്മയുണ്ട്. അമ്മ പറഞ്ഞു, അച്ഛാ അമ്മച്ചിക്ക് എന്താ ആഗ്രഹം എന്ന് ഞാൻ അതിനു മുമ്പ് ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, എനിക്ക് എൻ്റെ മക്കളെ ഒന്ന് കാണണം അച്ഛാ, എനിക്ക് എൻ്റെ മക്കളെ ഒന്ന് കാണാം. എത്ര മക്കളുണ്ട് അമ്മച്ചിക്ക്? 3 മക്കളുണ്ട്. അമ്മച്ചിയുടെ വീട് പാലക്കാടാണ്. ഞാൻ ചോദിച്ചു, അമ്മച്ചി എങ്ങനെയാ ഇവിടെ വന്നത്? ആ അമ്മ പറഞ്ഞു, അച്ഛാ മക്കൾ എന്നെ പൂരം കാണിക്കാൻ കൊണ്ടുപോയതാ. അമ്മയ്ക്ക് ഓർമ്മയില്ലാതായി. അമ്മ ഇറങ്ങിപ്പോവുകയാണ്, അമ്മ ഇറങ്ങി നടക്കുകയാണ്. അമ്മ ഒരു ബാധ്യതയായി മാറിയപ്പോ ഈ മക്കൾ എന്ത് ചെയ്തു? അമ്മയോട് പറഞ്ഞു, അമ്മേ നമുക്ക് പൂരം കാണാൻ പോകാമെന്ന് പറഞ്ഞു. ഈ അമ്മയെ പൂരപ്പറമ്പിൽ ആലിന്റെ ചുവട്ടിൽ കൊണ്ടിരുത്തിയിട്ട് ഈ മക്കള് പറഞ്ഞു, അമ്മേ അമ്മ ഇവിടെ ഇരുന്ന് പൂരം കണ്ടോ, ഞങ്ങൾ ഇപ്പൊ വരാമെന്ന് പറഞ്ഞു. അമ്മ പൂരം കഴിഞ്ഞ് 1.5 ദിവസം ആ ആലിന്റെ ചുവട്ടിൽ ഇരുന്നിട്ടും മക്കള് വന്നില്ല. അമ്മയ്ക്ക് അറിയില്ല എന്റെ വീട് എവിടാന്ന് പറയാൻ, മക്കൾക്ക് അറിയില്ല അമ്മയുടെ പേര് പറയാൻ, മക്കൾക്കറിയില്ല അമ്മയ്ക്കറിയില്ല മക്കളുടെ നമ്പർ എന്ന് പറയാൻ. ആ അമ്മ, ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മയെ മക്കളോട് ദേഷ്യമുണ്ടോ? ആ അമ്മയുടെ കണ്ണ് നിറഞ്ഞൊഴുകിയിട്ട് അമ്മ പറഞ്ഞു, അച്ഛാ എനിക്ക് ദേഷ്യമൊന്നുമില്ല, എനിക്ക് ആ മക്കളെ ഒരു തവണ ഒന്ന് കണ്ടാ മതി. എത്ര അമ്മമാരും അപ്പന്മാരും ഇന്ന് ഇങ്ങനെ വിലപിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയോ? എത്ര അപ്പന്മാരും അമ്മമാരും. ഒരുപക്ഷെ ഇന്ന് നമ്മൾ വിചാരിക്കും നമ്മുടെ മക്കൾ ഇതൊന്നും കാണുന്നില്ല എന്ന്. നാളെ നമ്മുടെ മക്കളും നമ്മളോട് ഇത് ചെയ്യുമെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിനക്ക് ദീർഘായുസ് ഉണ്ടാകാനും നന്മ വരുവാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്ന വചനം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ സന്തോഷം പൂർണ്ണമാകും. നിങ്ങൾ ഒന്ന് ആലോചിച്ചേ, അതേ അപ്പനും അമ്മയും നിങ്ങൾ എത്ര പ്രാവശ്യം അവർ കാണാതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടിയിട്ടുണ്ട്, എത്ര പ്രാവശ്യം വീണിട്ടുണ്ട്, എത്ര പ്രാവശ്യം അവര് പറഞ്ഞത് കേൾക്കാതിരുന്നിട്ടുണ്ട്. പക്ഷെ അവര് നിങ്ങൾ ഉപേക്ഷിച്ചില്ല, ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ കൂട്ടായ്മ പൂർണ്ണമാകാത്തത് അവന്റെ വചനത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാത്തത് കൊണ്ടാണ്. മഹാത്മാഗാന്ധി, അദ്ദേഹം ബൈ ബർത്ത് ക്രിസ്ത്യാനി അല്ലായിരുന്നു, പക്ഷെ ജീവിതം കൊണ്ട് ക്രിസ്ത്യാനിയായി ജീവിച്ചവനാണ്. ക്രിസ്ത്യാനികളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ളവരും അതേ മഹാത്മാഗാന്ധിയാണ്. എന്തുകൊണ്ടാ? ചിന്ത കൊണ്ട് വേദനിപ്പിച്ചത്. അതുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ മനോഹരമായൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, യു ലീവ് ഇൻ ഗോസ്പൽ, പീപ്പിൾ വിൽ ഫോളോ യു എന്നാ. നിങ്ങളെ ആളുകൾ അനുഗമിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണ്ട? മാജിക്കൊന്നും കാണിക്കണ്ട. നിങ്ങൾ നല്ല വസ്ത്രം ധരിച്ച് ആളുകളെ കാണിക്കൊന്നും വേണ്ട. മറിച്ച് ആളുകൾ നിങ്ങളെ അനുകരിക്കണമെങ്കിൽ, നിങ്ങളെ അനുഗമിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? യു ലീവ് ഇൻ ഗോസ്പൽ, സുവിശേഷത്തിൽ ഒന്ന് ജീവിച്ചാ മതി. നമുക്കിന്ന് ഇല്ലാതെ പോകും. നമുക്ക് ബാക്കിയെല്ലാം ഉണ്ട്. പള്ളിയുണ്ട്, പെരുന്നാളുകളുണ്ട്, നേർച്ചകളുണ്ട്, പ്രാർത്ഥനാ യോഗമുണ്ട്, ദിവ്യബോധനമുണ്ട്, സൺഡേ സ്കൂളുണ്ട്, മർത്തമറി സമാജമുണ്ട്. നമുക്കില്ലാത്തത് ഈ വചനത്തിലുള്ള ജീവിതം മാത്രം. അതുകൊണ്ടാണ് നമ്മുടെ സന്തോഷം ഇന്ന് പൂർണ്ണമാകാത്തത്. ചൊവ്വ 3-ാം മണിയുടെ കോലോയിൽ മനോഹരമായ ഒരു പാട്ടുണ്ട്, പ്രിയരേ നിയമത്തിന്നിറവായി തമ്മിൽ തമ്മിൽ. നോമ്പിലെയാണ് കേട്ടോ, വലിയ നോമ്പിലെ ചൊവ്വാഴ്ച 3-ാം മണി നമസ്കാരത്തിലെ ഒരു പാട്ടാ. പ്രിയരേ നിയമത്തിന്നിറവായി തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ, ചിലരാഹാരം കൈവെടിയും കരളിൽ പകയും സ്പർദ്ധയുമാ ചിലർ മദ്യത്തെ ഉപേക്ഷിക്കും, സോദരനെ ഒളിവിൽ കൊല്ലും. എത്ര അർത്ഥമുള്ളതെന്നറിയോ? തമ്മിൽ തമ്മിൽ സ്നേഹിക്കാൻ നിയമമുള്ളപ്പോ നമ്മൾ ആഹാരമൊക്കെ കൈവെടിയും. ഇന്ന് പലരോട് ഉപവസിച്ചിട്ടായിരിക്കും ഇരിക്കണേ. നമ്മൾ ആഹാരമൊക്കെ കൈവെടിയും, പക്ഷെ കരളിൽ എന്താ? പകയും സ്പർദ്ധയും. ഞങ്ങളുടെ വീട്ടിനടുത്തൊരു അമ്മച്ചിയുണ്ട്. അമ്മച്ചി ഇന്ന് ജീവനോടെ ഇല്ല കേട്ടോ. അമ്മച്ചിയുടെ ആത്മാവ് ഞാനിത് പറയുമ്പോൾ കേൾക്കണ്ടാവും, കാരണം സത്യ പറയണേ. അമ്മച്ചി ഇടയ്ക്കിടയ്ക്ക് അമ്മച്ചിയുടെ 2 കൈ ഈ തലയിലേക്ക് പോകും. അതെന്തിനായിരിക്കും? അമ്മച്ചിയുടെ 2 കൈ ഈ തലയിലേക്ക് ഇങ്ങനെ പോകും. എൻ്റെ മോനെ, ഇവനൊന്നും ഒരു കാലത്തും എന്ത് ചെയ്യില്ല. പിന്നീടുള്ള സ്റ്റേറ്റ്മെന്റ് അതാ. ഇനി നെഞ്ചത്തൊരടി അടിക്കും. എന്നിട്ടുള്ള 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാ, മരിച്ചാലും ഞാൻ എന്ത് ചെയ്യില്ല, മറക്കില്ല.
നമ്മൾ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാ ക്രിസ്തുവിന്റെ വചനത്തിൽ ജീവിക്കണേ? നമ്മുടെ കർത്താവ് അവന്റെ ചെകിട്ടത്തടിച്ചവന് നേരെ ഒരക്ഷരം പോലും ഉണ്ടാകാതെ പുഞ്ചിരിച്ചവനാ. അവന്റെ മുഖത്ത് തുപ്പിയവന്റെ നേരെ ഒന്നും ചെയ്യാതിരുന്നവനാ. അവനെ പിടിക്കാൻ വന്നവരോട് പോലും, എന്തിന്, അവന്റെ വസ്ത്രം ചീട്ടിട്ടെടുത്തവർക്ക് വേണ്ടി പോലും പ്രാർത്ഥിച്ച കർത്താവിന്റെ മക്കളാ നമ്മള്. നമുക്ക് സാധിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആരായി മാറുള്ളൂ? അവന്റെ കൂട്ടായ്മയുടെ ഭാഗമായി മാറുള്ളൂ. നമ്മുടെ സന്തോഷം അപ്പം മാത്രമേ പൂർണ്ണമാവുകയുള്ളൂ. പരിമള തിരുമേനി ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഈ കൂട്ടായ്മ ദൈവത്തിന്റെ വചനത്തിലായി മാറിയതുകൊണ്ടാണ്. പരിമള തിരുമേനിയുടെ മനോഹരമായ ഒരു വാക്യങ്ങളുണ്ട്. നിങ്ങൾ സദാ നേരവും വേദവാക്യങ്ങൾ വായിക്കുകയും നിങ്ങളുടെ പിതാക്കന്മാരായ ഞങ്ങൾക്ക് നിങ്ങളുടെ നിമിത്തം ദൈവത്തിന്റെ സന്നിധിയിലും മനുഷ്യരുടെ മുൻപാകെയും ബഹുമാനവും യശസ്സും വർദ്ധിപ്പിക്കാനായി നിങ്ങൾ നല്ലവണ്ണം നടക്കുകയും നിങ്ങളുടെ പിതാക്കന്മാരുടെ ചൊല്ലുവിളിയെ പിന്തുടരുകയും വേണം എന്ന. പിതാക്കന്മാരുടെ ചൊല്ലുവിളിയെ പിന്തുടരണം. രണ്ടാമത്തെ ഭാഗത്തേക്ക് കടക്കുക. 1 യോഹന്നാൻ 1-7 വാക്യം. 1 യോഹന്നാൻ 1-7 വാക്യം. അവിടെ ഇങ്ങനെയാ പറയുന്നത്: അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അപ്പൊ ഒന്നാമത് നമ്മൾ കണ്ടു, അവന്റെ വചനത്തെ എന്ത് ചെയ്യണം? ഹൃദയത്തിൽ പേറുന്നവരാകണം എന്ന് പറഞ്ഞു. രണ്ടാമത് അവിടെ ശ്ലീഹ പറയാ, നിങ്ങൾക്ക് അവനോട് കൂട്ടായ്മ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വെളിച്ചത്തിൽ, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നിങ്ങളും എന്ത് ചെയ്യണം? വെളിച്ചത്തിൽ നടക്കണം. എൻ്റെ പ്രിയമുള്ളവരെ, എനിക്ക് പറയാൻ ഇഷ്ടം വിളക്കുമരങ്ങളാകണം നമ്മളെന്ന. നമുക്കറിയാം, ഇന്ന് ഇവിടെ പ്രകാശമുണ്ടായിരിക്കുന്നത് സൂര്യൻ എന്ന് പറയുന്ന ഒരിക്കലും ഉറങ്ങാത്ത ആ പ്രകാശം നമുക്ക് ലഭിച്ചത് കൊണ്ടാ. ഇനി അതല്ലെങ്കിൽ ഇരുട്ട് മാറുന്നത് ഒരു വെളിച്ചം അവിടെ ഉള്ളത് കൊണ്ടാ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഭർത്താവിന്, നമ്മുടെ ഭാര്യയ്ക്ക്, നമ്മുടെ അപ്പന്, നമ്മുടെ അമ്മയ്ക്ക്, നമ്മുടെ സഹോദരന്, നമ്മുടെ കൂട്ടുകാരന് നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് നമുക്ക് വെളിച്ചമായി മാറാൻ സാധിക്കുന്നുണ്ടോ? നമ്മൾ കടന്നു ചെല്ലുന്നതുകൊണ്ട് മറ്റുള്ളവന്റെ ജീവിതം പ്രകാശമായി മാറുന്നുണ്ടോ? അതോ നമ്മൾ പോകുന്നതിന് ശേഷം അന്ധകാരമാണോ ഉണ്ടാകുന്നത്? ഇന്ന് പലപ്പോഴും നടക്കുന്നത് ഈ അന്ധകാരമായി മാറുന്നതാ. 1 യോഹന്നാൻ 1 നമ്മളിപ്പോ വായിച്ച 7 വാക്യത്തിന് മുമ്പുള്ള 2 വാക്യങ്ങൾ കാണാം. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം എന്ത് ചെയ്യുന്നു എന്നാ പറയുന്നേ? ബോഷ്ക്ക് പറയുന്നു എന്നാ പറഞ്ഞത്. മനോഹരമായൊരു കഥയുണ്ട്. ഒരു കർഷകൻ, അവനും അവൻ്റെ ഭാര്യയും, അവന് മക്കളൊന്നുമില്ല, അവനും അവൻ്റെ ഭാര്യയും അവൻ്റെ കൃഷിസ്ഥലത്തിൻ്റെ നടുക്ക്, പാടത്തിൻ്റെ നടുക്കൊരു കുടില്ല താമസിക്കുന്നു. അപ്പം അവർക്കൊരു ചെറിയ വെളിച്ചം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ദിവസം ഇവര് കൃഷിയിടത്തിലെ ഫലങ്ങളൊക്കെ ആയിട്ട് നഗരത്തിലേക്ക് പോയി, പട്ടണത്തിലേക്ക് പോയി. പട്ടണത്തിൽ ചെന്നപ്പോ ഈ കർഷകന്റെ ഭാര്യ നല്ല വലിയ വെളിച്ചമുള്ള വിളക്കുകൾ കണ്ടു. ഭാര്യ അപ്പൊ കർഷകനോട് പറഞ്ഞു, ഭർത്താവിനോട് പറഞ്ഞു, നമുക്ക് ഈ വിളക്കൊന്ന് വാങ്ങിക്കാം. കാരണം എന്താ? നമ്മുടെ വീട്ടിൽ അരണ്ട വെളിച്ചം മാത്രമേ ഉള്ളൂ, ഈ വിളക്കോ നല്ല പ്രകാശമുണ്ട്. അങ്ങനെ കർഷകൻ എന്ത് ചെയ്തു? വലിയ വെളിച്ചമുള്ള വിളക്ക് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. കർഷകൻ അങ്ങനെ രാത്രിയിൽ വയലിലേക്ക് കാവല് കിടക്കാനായിട്ട് പോയി, മൃഗങ്ങളിൽ നിന്നൊക്കെ രക്ഷ വേണം. അങ്ങനെ രാവിലെ വന്നപ്പോ ഭാര്യ ആകെ കോപിച്ച് നിൽക്കുക. ഭർത്താവ് ചോദിച്ചു, എന്നാടി നിനക്ക് പറ്റിയേ? ഞങ്ങളുടെ ഇവിടുത്തെ ഭാഷയ്ക്ക് എന്നാടി പറ്റിയേ? അപ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങൾ ഈ വിളക്ക് ഇന്ന് തന്നെ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഭർത്താവ് ചോദിച്ചു, അതെന്താ കാരണം? നല്ല വെളിച്ചമില്ലേ? ഭാര്യ പറഞ്ഞു, നിങ്ങൾക്കറിയോ, ഈ വിളക്ക് തെളിയിച്ചപ്പോ ഞാൻ നോക്കിയിട്ടുണ്ട്, നമ്മുടെ വീടിന്റെ കുടിലിന്റെ മുക്കിലും മൂലയിലും സകല ഇഴജന്തുക്കളും സകല പക്ഷികളും സകല പ്രാണികളും ഒക്കെ എവിടെയുണ്ട്? നമ്മുടെ വീട്ടിനകത്ത് ഞാൻ കണ്ടു. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ വിളക്ക് ഇന്ന് തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. അപ്പൊ ഭർത്താവ് പറഞ്ഞു, എടീ, നേരത്തെയും ഈ ജീവികളൊക്കെ എവിടെ ഉണ്ടായിരുന്നു? ഇതേ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ നീ എപ്പോഴാ ഇത് കണ്ടത്? വെട്ടം വന്നപ്പോഴാ. ഞാനിത് പറഞ്ഞ എന്തിനാന്ന് മനസ്സിലായോ? നമ്മുടെ ഉള്ളിലെ അഴുക്കുകളെ കുറിച്ച് ബോധ്യമുണ്ടാകണമെങ്കിൽ വെളിച്ചമായ ക്രിസ്തു ആരിലുണ്ടാകണം? നമ്മിലുണ്ടാകണം. വെളിച്ചമായ ക്രിസ്തു നമ്മിലുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിലെ അഴുക്കുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല?
മറച്ചു പിടിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ എന്തോരം മറച്ചു പിടിക്കണേ. അതുകൊണ്ടല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കാത്തത്? നമുക്ക് വെളിച്ചമായി മാറാൻ സാധിക്കും. കർത്താവ് അതുകൊണ്ടാ പറഞ്ഞേ, കുരുടനെ വഴി കാണിക്കാൻ സാധിക്കില്ല എന്ന്. കർത്താവ് മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തില് ഗിരിപ്രഭാഷണത്തിൽ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നാ നമ്മളോട് പറഞ്ഞത്. ഒരിക്കൽ രണ്ട് അന്ധരായ മനുഷ്യര് അവര് ദൂരദേശത്തേക്ക് യാത്ര പോവാ. ഇപ്പോഴൊന്നുമല്ല, ഒരുപാട് കാലങ്ങൾക്ക് മുമ്പാ. അവര് കാൽനടയായിട്ടാണ് യാത്ര ചെയ്യുന്നത്. നമുക്കറിയാം, ഞാൻ ഡിഗ്രി പഠിച്ച കോളേജില് കേരളവർമ്മ എന്നാണ് ആ കോളേജിന്റെ പേര്, ശ്രീ കേരളവർമ്മ കോളേജ്, തൃശ്ശൂർ. ആ കോളേജിൽ എനിക്കറിയാം ഏകദേശം 30ഓളം അന്ധരായ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടായിരുന്നു. അവര് നമ്മുടെ ആരുടെയും സഹായമൊന്നും അവർ തേടില്ല. അവരിങ്ങനെ 3, 4, 5 പേര് പരസ്പരം കൈ കോർത്ത് പിടിച്ച്, ഒരാളുടെ കയ്യിൽ സ്റ്റിക്ക് ഉണ്ടാവും, എന്നിട്ടിങ്ങനെ വർത്താനം പറഞ്ഞ്, ഉറക്ക വർത്തമാനം പറഞ്ഞ്, പാട്ടുപാടി അവരിങ്ങനെ പോകുന്നുണ്ടാകും. നമുക്ക് സങ്കടം തോന്നുന്നില്ല. അവർക്ക് നമ്മുടെ സിമ്പതി അല്ല അവർക്ക് ആവശ്യം. അങ്ങനെ രണ്ട് അന്ധരായ മനുഷ്യർ ഇങ്ങനെ യാത്ര പോവുക. അവര് പട്ടണത്തിലെത്തി. ഇനി പോകേണ്ടത് ദുർഘടമായ പാതയിലൂടെയാ. സന്ധ്യയാകാറായി. പെട്ടെന്ന് അവിടെയുള്ള ഒരു വിളക്ക് കച്ചവടക്കാരൻ അവരോട് പറഞ്ഞു, സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾക്കൊരു വിളക്ക് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അന്ധരായ മനുഷ്യർ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എന്താ ഞങ്ങളെ പുച്ഛിക്കുകയാണോ? കാരണം ഞങ്ങൾക്ക് കണ്ണ് കാണില്ല, ഞങ്ങളെ താങ്കൾ അപമാനിക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, അതുകൊണ്ടല്ല, നിങ്ങൾ ഈ വിളക്ക് കയ്യിൽ പിടിച്ചോ. എതിരെ വരുന്നവർ നിങ്ങളെ തട്ടി വീഴിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളെ കാണുവാൻ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഉപകരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ യാത്ര തുടർന്നു. പെട്ടെന്ന് എതിരെ എന്തോ വന്ന് ശക്തമായി ഇവരെ ഇടിച്ചിട്ടു. ഇവര് നിലത്ത് വീണ് ചാടി എഴുന്നേറ്റിട്ട് അപ്പോൾ ഒരു മനുഷ്യൻ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ നിങ്ങളെ കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരും അദ്ദേഹത്തോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. നിങ്ങൾക്ക് കണ്ണ് കാണില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ മനുഷ്യനോട് ചോദിച്ചു, ഞങ്ങളുടെ കയ്യിൽ വിളക്കുണ്ടായിരുന്നല്ലോ, പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളെ കണ്ടില്ല എന്ന് ചോദിച്ചു. ആ മനുഷ്യൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, സഹോദരങ്ങളെ, ക്ഷമിക്കണം, നിങ്ങളുടെ കയ്യിൽ വിളക്കുണ്ടായിരുന്നു, പക്ഷെ അതിലെന്തുണ്ടായിരുന്നില്ല? ദീപമുണ്ടായിരുന്നില്ല, അതിനകത്ത് വെളിച്ചമുണ്ടായിരുന്നില്ല. പലപ്പോഴും നമ്മുടെ കയ്യിലും എന്തുണ്ട്? വിളക്കുണ്ട്. നമ്മുടെ കയ്യിലും വിളക്കുണ്ട്, പക്ഷേ ഈ വെളിച്ചമുണ്ടോ എന്ന് ചിന്തിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പുഞ്ചിരിക്കാൻ മറക്കില്ല. ഇന്ന് ഞാൻ ഒരുപാട് പേരെ കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നാറുണ്ട്. ഒന്ന് ചിരിക്കാൻ പറ്റാത്ത ആളുകൾ എങ്ങനെയാ വെളിച്ചമുള്ളവരായി ജീവിക്കുക? നമ്മുടെ കർത്താവ് അവന്റെ അടുക്കൽ വന്നവരോടെല്ലാം പുഞ്ചിരി തൂകിക്കൊണ്ട് സൗമ്യമായി വർത്താനം പറഞ്ഞവനാ. പക്ഷേ ഇന്ന് നമുക്ക് ഒരു പുഞ്ചിരി കൊണ്ട്, ഒരു നല്ല ചിരി കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? ഒരു നല്ല വാക്കുകൊണ്ട് വെളിച്ചം പകരാൻ സാധിക്കുന്നുണ്ടോ? സുഖാണോ എന്ന് ചോദിക്കാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറയാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ പിന്നെ എങ്ങനെയാ വെളിച്ചമുള്ളവരായി നമുക്ക് മാറാൻ സാധിക്കുക? പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞവനാ. അതുകൊണ്ട് അവന്റെ കൂട്ടായ്മയിലാകണമെങ്കിൽ അവൻ എങ്ങനെയാണോ കുരുടന് വെളിച്ചമായി മാറിയത്, അവൻ എങ്ങനെയാണോ കുഷ്ഠരോഗിക്ക് വെളിച്ചമായി മാറിയത്, 38 സംവത്സരമായി ആ കുളക്കരയിൽ കിടന്നവന് എങ്ങനെയാണോ വെളിച്ചമായി മാറിയത്, 18 സംവത്സരമായി കാണുവാൻ കഴിയാതെ കൂനിയിരുന്നവൾക്ക് എങ്ങനെയാണോ അവൻ വെളിച്ചമായി മാറിയത്, അങ്ങനെയായി മാറാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ നമുക്ക് അവന്റെ കൂട്ടായ്മയിൽ സ്ഥാനവുമില്ല, നമ്മുടെ സന്തോഷം പൂർണ്ണമാകുകയുമില്ല. മൂന്നാമത്തെ കാര്യം, 1 യോഹന്നാൻ 2-ാം അധ്യായം 15, 16, 17 വാക്യങ്ങളാ. 2-ാം അധ്യായം 15, 16, 17 വാക്യങ്ങൾ. അവിടെ എങ്ങനെയാ? ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നാകുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. 15-ാം വാക്യം വീണ്ടും വായിക്കാം. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ ആരില്ല എന്നാ പറഞ്ഞത്? പിതാവിൻ്റെ സ്നേഹമില്ല. അതുകൊണ്ട് നമ്മുടെ കൂട്ടായ്മ പൂർണ്ണമാകാത്തത്
നമ്മുടെ സന്തോഷം പൂർണ്ണമാകാത്തതിന് മൂന്നാമത്തെ കാരണം നമ്മൾ മോഹിക്കുന്നത് ആരെയല്ല എന്നുള്ളത് കൊണ്ടാണ്, ദൈവത്തിനേക്കാൾ ലോകത്തെയാണ് എന്നുള്ളത് കൊണ്ടാണ്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 42 മുതൽ 45 വരെയുള്ള വാക്യത്തിൽ മനോഹരമായൊരു ചിത്രമുണ്ട്. യേശുക്രിസ്തു ബെഥാന്യയിലെ ലാസറിന്റെ ഭവനത്തിലേക്ക് ചെല്ലുകയാണ്. മാർത്തയും മറിയയും അവനെ സ്വീകരിക്കുന്നുണ്ട്. പിന്നീട് നമുക്കറിയാം മാർത്ത എന്ത് ചെയ്യുക, അവള് കർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടി അവന് വേണ്ടി ഇങ്ങനെ പലതും ഒരുക്കിക്കൊണ്ടിരിക്കുക. അവിടെ അവള് വന്നിട്ട് കർത്താവിനോട് പറയുന്നുണ്ട്, കർത്താവേ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ എങ്ങനെയാ, കർത്താവേ, ഞാൻ ആ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുക, കണ്ടില്ലേ ഇവള് നിന്റെ അടുത്തിരിക്കുക. കർത്താവ് പറഞ്ഞ മറുപടി എന്താ? മാർത്തയെ, മാർത്തയെ, നീ പലതിനെ ചൊല്ലി മനം കലങ്ങിയും വിചാരപ്പെട്ടും ഇരിക്കുന്നു, പക്ഷെ മറിയ നല്ല അംശം തെരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളിൽ നിന്ന് അപഹരിക്കില്ല എന്നാ പറഞ്ഞത്. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും മറ്റു പലതിനും വേണ്ടി മോഹിക്കുമ്പോ നമ്മൾ മോഹിച്ചിട്ടുണ്ടോ കർത്താവിന്റെ ചോട്ടിലൊന്നിരിക്കാൻ? നമ്മൾ മോഹിച്ചിട്ടുണ്ടോ ആ ക്രിസ്തുവിന്റെ വചനത്തിന്റെ ചുവട്ടിലൊന്നിരിക്കാൻ? മറിയ ഇരുന്നത് ക്രിസ്തുവിന്റെ വചനത്തിന്റെ ചുവട്ടില. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് അവൾ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളിൽ നിന്ന് അപഹരിക്കില്ല എന്ന്. പ്രിയമുള്ളവരെ, ഇവിടെ പറഞ്ഞു കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. ആദ്യ മനുഷ്യന് പറ്റിയതും അത് തന്നെയാ. നമുക്കറിയാം ഹവ്വായിക്കും ആദാമിനും പറ്റിയത് അത് തന്നെയാ. തിന്മാൻ നല്ലതെന്ന് ആര് കണ്ടു? അവള് കണ്ടു. അതുകൊണ്ടാ എന്ത് ചെയ്തത്? ജഡത്തിന്റെ മോഹാത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്നിങ്ങനെ മോഹം കൊണ്ട് നമ്മൾ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത്? അതുകൊണ്ടാ പറഞ്ഞത് തിന്മാൻ നല്ലത്, ജഡത്തിന്റെ മോഹ. ഇനി എന്താ? കാണാൻ ഭംഗിയുള്ളതാണെന്ന് കണ്ടു, നമ്മുടെ കണ്ണിന്റെ മോഹം. മൂന്നാമത് എന്താ? പിശാച് എന്താ പറഞ്ഞു? നീ ഇത് കഴിച്ചാൽ ആരായി മാറുമെന്നാ പറഞ്ഞേ. നമുക്കൊക്കെ ആഗ്രഹമില്ലേ ദൈവത്തെ പോലെ ആകാൻ? ഇന്ന് പലരുടെയും ചിന്ത, ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് OVBS ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ചില കുഞ്ഞുങ്ങളുടെ ഭാവം കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. ഇതൊന്നും അവരോടല്ല പറയുന്നേ, ഇതൊക്കെ എൻ്റെ പൊന്നച്ച, ഇതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾക്കറിയാം എന്നുള്ള രീതിയിലാണ് പലരുടെയും ഇരിപ്പ്. അപ്പോൾ ഞാൻ ആ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, കാരണം എന്താ, ഇന്ന് നമ്മുടെ വിചാരം ഒരു ഗാഡ്ജറ്റും അതിനകത്തുള്ള ഇൻ്റർനെറ്റും ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ആരാണ്? ജ്ഞാനത്തിൻ്റെ മകുടങ്ങളാണ് എന്ന. അതുകൊണ്ടാണ് നമുക്കിന്ന് എന്ത് ചെയ്യാൻ സാധിക്കാത്തത്? നമുക്കിന്ന് യഥാർത്ഥ ജ്ഞാനത്തെ തിരിച്ചറിയാൻ സാധിക്കാത്തത്. സ്വാമി വിവേകാനന്ദൻ്റെ മനോഹരമായൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, മൈ ടീച്ചർ ഹാസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഐസ് ഇൻ ദിസ് വേൾഡ് എന്ന. എൻ്റെ ടീച്ചർക്കാണ് ഏറ്റവും മനോഹരമായ കണ്ണുള്ളത്. അത് ടീച്ചറുടെ കണ്ണ് മാൻപയുടെ കണ്ണായതുകൊണ്ടല്ല, ടീച്ചർ അവനെ വെളിച്ചം കാണിച്ചു കൊടുത്ത കണ്ണായതുകൊണ്ടാണ്. പക്ഷെ ഇന്ന് അതേ അധ്യാപകരെ ബഹുമാനിക്കാൻ പോലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഞങ്ങളൊക്കെ ആരോ ആണെന്നുള്ള ചിന്ത കൊണ്ടാ. മറിച്ച് അതുകൊണ്ടാണ് അന്ന് ഹവ്വായിക്ക് പറ്റിയതും ജ്ഞാനം പ്രാപിപ്പാൻ ഇത് അഭികാമ്യം എന്ന് കണ്ടതുകൊണ്ടാ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കർത്താവ് ഇതിനെ ജയിച്ചവനാ, ഈ മൂന്നിനെയും ജയിച്ചവനാ. ആ കർത്താവിന്റെ മക്കളാ നമ്മൾ ജയിച്ചിട്ടുണ്ടോ? എവിടെയാ ജയിച്ചേ? അവൻ 40 രാവും 40 പകലും അവൻ മരുഭൂമിയിലായിരുന്നു. മരുഭൂമിയിൽ നിന്ന് വരുമ്പോ ആദ്യം പറയുന്ന സ്റ്റേറ്റ്മെന്റ് അവന് വിശന്നു എന്നുള്ളതാ. പിശാച് എവിടെ വന്നു? അവിടെ വന്നു. അവനോട് പറഞ്ഞു, നിനക്ക് ഈ കല്ലുകളെ അപ്പമാക്കി മാറ്റാൻ കഴിയും എന്ന് പറഞ്ഞു. കർത്താവ് എന്താ പറഞ്ഞ? മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വചനം കൊണ്ടും ജീവിക്കുന്നു. ഒന്നാമത്തതിന് ജയിച്ചു. ഏതാ? ഈ ജഡത്തിന്റെ മോഹത്തെ. രണ്ടാമത് അവൻ എന്ത് ചെയ്തു? മലയുടെ മുകളിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഇതൊക്കെ കാണിച്ചു കൊടുത്തു. പറഞ്ഞു, നീ എന്നെ ഒന്ന് കുമ്പിട്ടാ മതി, ഇതൊക്കെ നിനക്ക് തരാം. ആരോടാ പറയണേ? ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയ വചനമായ ദൈവത്തോടാ പിശാച് പറഞ്ഞു. എന്താ? നമ്മളെ കാണിച്ചെങ്കിലോ? ഒന്നല്ല 10 വട്ടം കുമ്പിടാൻ പിശാചെ, നീ ഇത് തന്നാ മതി എന്ന് പറയും. കാരണം ഇന്നത്തെ പോക്ക് അങ്ങനെയാ നമ്മൾ കാണുന്നത്. നിങ്ങളെ കുറിച്ച് അല്ലാട്ടോ. കർത്താവ് എന്താ പറഞ്ഞേ? നിന്റെ ദൈവമായ യഹോവയെ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു? കുമ്പിടാവുള്ളൂ, ആരാധിക്കാവുള്ളൂ. രണ്ടാമത്തതിനെ ജയിച്ചു. ഏതിനെയാ? ഈ കണ്ണിന്റെ മോഹത്തെ. മൂന്നാമത് എന്താ? അവനോട് പറഞ്ഞു, ദേവാലയത്തിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, നീ താഴേക്ക് എന്ത് ചെയ്തോ? ചാടിക്കോ, നിന്നെ ആര് താങ്ങിക്കൊള്ളും? മാലാകമാർ. ശരിയല്ലേ? ദൈവത്തിന്റെ പുത്രനാ, വചനമായ ദൈവമാ. അവന് വേണ്ടി മാലാകയല്ല, പ്രപഞ്ചം പോലും നിശ്ചലമാകും. ക്രിസ്തു അങ്ങനെയൊന്ന് വിചാരിച്ചായിരുന്നെങ്കിലോ?
ജീവനത്തിന്റെ പ്രതാവായി പോയേനെ. പക്ഷെ കർത്താവ് എന്താ പറഞ്ഞേ? നിന്റെ ദൈവമായ യഹോവയെ നീ എന്ത് ചെയ്യരുത്? പരീക്ഷിക്കരുത്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എത്ര വട്ട ഈ അപ്പനെ പരീക്ഷിക്കണേ? നമ്മുടെ ഈ ജ്ഞാനത്തിന്റെ കുഴപ്പം കൊണ്ട് നമ്മൾ എത്ര വട്ട എടുത്തു ചാടുന്നത്? നമ്മൾ എത്ര വട്ട നമ്മുടെ കണ്ണിന്റെ മോഹം കൊണ്ട് നമ്മുടെ അപ്പനെ തോപ്പിക്കുന്നത്? നമ്മൾ എത്ര വട്ട ഈ ജഡത്തിന്റെ മോഹം കൊണ്ട് പലതും വെട്ടിപ്പിടിക്കുന്നത്? പ്രിയമുള്ളവരെ, നമ്മുടെ സന്തോഷം പൂർണ്ണമാകാത്തത്, നമ്മുടെ കൂട്ടായ്മ അവനോട് കൂടി ആകാത്തത് ഈ കാര്യങ്ങൾ കൊണ്ടാ. അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ എന്ന്. അതുകൊണ്ട് നമ്മുടെ ചിന്ത ഉയരത്തിലുള്ളതാകട്ടെ. വി കൃഷ്ണൻ നമ്പൂതിരി എന്ന് പറഞ്ഞൊരു കവിയുണ്ട്. അദ്ദേഹത്തിന് മനോഹരമായ 4 വരികൾ ഇങ്ങനെയാ: നിരന്തരം നിലച്ചിടാതുള്ള സുഖം ലഭിപ്പാൻ നിരന്തരം പാടുപെടുന്നു മനുഷ്യൻ, നിലച്ചിടാതെ അകപ്പെടുന്നു കനത്ത ദുഃഖങ്ങളിൽ എന്ന് കാണുമോ എന്ന. നിലച്ചിടാതുള്ള സുഖം ലഭിപ്പാൻ. നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ പ്രാർത്ഥനകൾ പോലും ഇന്ന് ഈ സുഖത്തിന് വേണ്ടിയായി മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അവിടെ പറയാ, നിലച്ചിടാതുള്ള സുഖം ലഭിപ്പാൻ നിരന്തരം പാടുപെടുന്നു മനുഷ്യൻ, നിലച്ചിടാതെ അകപ്പെടുന്നു കനത്ത ദുഃഖങ്ങളിൽ എന്ന് കാണുമോ എന്ന ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുക, നമ്മുടെ പൗരത്വമോ അത് സ്വർഗത്തിലാകുന്നു എന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ എത്ര പ്ലഡ്ജ് ചൊല്ലിയാലും നമ്മുടെ സിറ്റിസൺഷിപ്പ് അത് സ്വർഗത്തിലാണ്. ആ ഒരു ബോധ്യം ഉണ്ടാകണം. 4-മത്തെയും അവസാനത്തെയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിച്ചുകൊള്ളാം. 4-മത്തെ ഭാഗം 1 യോഹന്നാൻ 1-ാം അധ്യായം 8-ഉം 9-ഉം വാക്യമാണ്. അവിടെ ഇങ്ങനെയാ പറയുന്നത്: നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു എന്ന. 4-മത്തെ കാര്യം, പാപബോധമുള്ളവരും ഏറ്റുപറയുന്നവരുമാകണം എന്ന. 1-ാമത് നമ്മൾ കണ്ടു, വചനത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നവരാകണമെന്ന്. 2-മത് നമ്മൾ കണ്ടു, വിളക്കുമരങ്ങളാകണമെന്ന്. 3-മത് കണ്ടു, ലോകത്തെ മോഹിക്കുന്നവരാകരുത് എന്ന്. 4-മത് പറയാ, കൂട്ടായ്മയുണ്ടാകണമെങ്കിൽ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും കൂടെ കൂട്ടായ്മയുണ്ടാകണമെങ്കിൽ ഒരു കാര്യം ഉണ്ടാകണം. അതേതാ? പാപബോധമുള്ളവരാകണം എന്ന്. നമുക്കറിയാം, നമ്മുടെ പിതാക്കന്മാര്, ഇന്ന് നിങ്ങൾ ഈ ധ്യാനം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പാടിയ പാട്ടേതാ? എന്നോടയോനേ നീ എന്നെ കൺമണി പോൽ കാത്തിടണമേ, നിൻചിറകാലെ മറച്ചു പരീക്ഷയിൽ നിന്നെന്നെ കാക്കണമേ. അടുത്ത വരി, ഒളിവായി നോക്കിടാതെന്റെ. അനുതാപത്തിന്റെ മസമൂറയാ നമ്മൾ ചൊല്ലിക്കൊണ്ടിരുന്നത്. അനുതാപത്തിന്റെ മസമൂറ. നമ്മുടെ പിതാക്കന്മാരുടെ ഓരോ പ്രാർത്ഥനയും ഈ പാപബോധത്തിൽ നിന്നുള്ളത്. ഞാൻ പാപിയ, ഞാൻ ബലഹീന. അതുകൊണ്ടാ ഓരോ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന പുരോഹിതൻ എത്ര പ്രാവശ്യം പറയുന്നുണ്ടെന്നറിയോ? ഞാൻ കുറവുള്ളവനാണ്, പാപിയാണെന്ന്. പക്ഷെ നമുക്ക് ഈ ബോധ്യം ഉണ്ടാകുന്നുണ്ടോ? ഈ ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആരാധനകൾ കുറെ കൂടെ അർത്ഥപൂർണമായി മാറും. തിരുക്കുറലില് തിരുവള്ളുവർ പറയുന്നുണ്ട്, ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നതും ചെയ്യരുതാത്തത് ചെയ്യുന്നതും ഒരുപോലെ പാപമാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറയും, എൻ്റെ പൊന്നച്ചാ ഞാൻ ഒരു പാപവും ചെയ്യണം. നീ ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാൽ അതും എന്താ? പാപ. ചെയ്യരുതാത്തത് ചെയ്യുന്നതും പാപമാ. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ പ്രസംഗം മുഴുവൻ എന്തായിരുന്നു? സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിനെന്ന്. മനോഹരമായ മറ്റൊരു ചിത്രമുണ്ട്. പത്രോസിന്റെ അടുക്കൽ വന്നിട്ട് കർത്താവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, പത്രോസേ, ഇവരെക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നോ? എന്തിനാ ചോദ്യം ചോദിച്ചത്? അവനൊരു ബോധ്യമുണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മളോടും ചോദിക്കുന്നുണ്ടാം കർത്താവ്, പത്രോസേ, യോഹന്നാനെ, യാക്കോബെ, മറിയക്കുട്ടിയെ, ഏലിയായെ, നീ അവരെക്കാൾ അധികം എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ പാടുന്നുണ്ട് തിങ്കളാഴ്ച പ്രഭാതത്തിലെ കോലോയിൽ, നാദാവാതിൽ മുട്ടുന്നേൻ നിധി നിലയത്തി നൻപർത്തിക്കുന്നേൻ, നെടുനാളായി ഞാൻ നിൻ വഴി കൈവിട്ടൊരു പാപി,
പാപമുപേക്ഷിച്ച് അങ്ങത്തെ കൃപയിൽ വാഴാൻ കൃപ ചെയ്തിടണമേ എന്ന് ഓരോ ആരാധനയുടെ തുടക്കത്തിലും ഈ അനുതാപം നമുക്ക് കാണാം. അതുകൊണ്ടല്ലേ പ്രഭാത നമസ്കാരത്തിന്റെ ആദ്യത്തെ പാട്ടിൽ നമ്മൾ എങ്ങനെയാ പാടുന്നേ? നിഷ്ഠയിൽ നിന്നെ പെറ്റ പാവന കന്യകയോടൊപ്പം നാഥാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ. യോഗ്യതയില്ല എന്നാ നമ്മൾ പാടി. കർത്താവേ, എനിക്ക് യോഗ്യതയില്ല ആരുടെ കൂടെ നിൽക്കാൻ? നിഷ്ഠയിൽ നിന്നെ പ്രസവിച്ച അമ്മയുടെ കൂടെ നിനക്ക് സ്തുതി പാടാൻ എനിക്ക് യോഗ്യതയില്ല, എന്നെ ഒന്ന് യോഗ്യനാക്കണമേ എന്നാ നമ്മൾ പാടിയത്. എന്തുകൊണ്ടാ? ഈ പാപബോധമുള്ളവരായി മാറിയത് കൊണ്ട്. എന്റെ പ്രിയമുള്ളവരെ, കർത്താവ് ആ പാപിനിയായ സ്ത്രീയെ കല്ലെറിയാൻ കൊണ്ടുവന്നപ്പോ അവരോട് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ: നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവളെ കല്ലെറിയട്ടെ എന്ന. ഇന്ന് എത്ര വിധിക്കലുകളാ നമ്മൾ വിധിക്കുന്നത്. പക്ഷേ നമ്മൾ പാപമില്ലാത്തവരാണോ എന്ന് ചിന്തിക്കണം. നമ്മുടെ കണ്ണിൽ കോലിരിക്കുമ്പോഴാണോ മറ്റുള്ളവന്റെ കണ്ണിൽ കരടെടുക്കാൻ പോകുന്നത് എന്നൊന്ന് ചിന്തിക്കണം. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. ഗൗർ ഗോപാൽദാസ് എന്ന് പറഞ്ഞൊരു മങ്കുണ്ട്, ഇപ്പോൾ ഭാരതത്തിലുള്ളതാ. നിങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഒരിക്കൽ അദ്ദേഹത്തിന്റെ സ്പീച്ചിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്: എ ഗ്രേറ്റ് പേഴ്സണാലിറ്റി ഈസ് നോട്ട് ബോൺ ഇൻ ദ മെറ്റേണിറ്റി വാർഡ്. എ ഗ്രേറ്റ് പേഴ്സണാലിറ്റി ഈസ് ബോൺ ബൈ ദ ചോയ്സസ് ദാറ്റ് വൺ മേക്സ് എന്ന. ഒന്നുകൂടെ പറയാം: എ ഗ്രേറ്റ് പേഴ്സണാലിറ്റി ഈസ് നോട്ട് ബോൺ ഇൻ ദ മെറ്റേണിറ്റി വാർഡ്. A great personality is born by the choices that one makes എന്ന. ഒരു വലിയ മനുഷ്യനുണ്ടാകുന്നത് പ്രസവ വാർഡിലൊന്നുമല്ല, മറിച്ച് അവനെടുക്കുന്ന ചോയ്സസ്. കർത്താവ് നമുക്കല്ല. അതുകൊണ്ടല്ലേ ആദമും ഹവ്വയും തെറ്റിപ്പോകാൻ കാരണം? ചോയ്സ് അവർക്ക് ദൈവം കൊടുത്തിരുന്നത് കൊണ്ടാ. ഇന്നും ചോയ്സ് ആരുടെ കയ്യിലാ? നമ്മുടെ കയ്യിലാ. ആ ചോയ്സ് ആണ് നമ്മെ ആരാക്കുന്നത്? നമ്മെ നീതിമാനും നീതികെട്ടവനും ആക്കുന്നത്, നമ്മെ നന്മയുള്ളവനും നന്മയില്ലാത്തവരുമാക്കുന്നത്, നമ്മെ അവന്റെ കൂട്ടായ്മയിലാക്കുന്നതും കൂട്ടായ്മയില്ലാത്തവരാക്കുന്നതും ഈ ചോയ്സസാ. അതുകൊണ്ട് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുക, നമ്മുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും കൂടെയാകുന്നു. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ നമ്മുടെ കൂട്ടായ്മ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും കൂടെ ആകണമെങ്കിൽ 4 കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ. ഒന്ന്, അവന്റെ വചനത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം. കാരണം അവൻ തന്നെയാണ് എന്ത്? ദൈവം. 2, എന്താ? ദൈവം വെളിച്ചമായിരുന്നത് പോലെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഹൃദയത്തിൽ വെളിച്ചമായി മാറാൻ സാധിക്കണം. 3, ലോകത്തെ മോഹിക്കാത്ത, ദൈവത്തെ മോഹിക്കുന്ന, അവന്റെ കാൽച്ചുവട്ടിലിരിക്കാൻ മോഹിക്കുന്ന നല്ല മക്കളായി മാറണം. 4, പാപബോധമുള്ളവരും ഏറ്റുപറയുന്നവരുമാകണം എന്ന. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് മാത്രമേ നമ്മെ സന്തോഷമുള്ളവരാക്കി മാറ്റുള്ളൂ. ഇത് മാത്രമേ നമ്മളെ അവന്റെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നെത്തിക്കുകയുള്ളൂ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട്, എന്നെ ഇത്രയും നേരം ശ്രവിച്ച നിങ്ങളെല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട്